നമുക്ക് ഏവർക്കും അറിയാം നമ്മൾ എന്തിനാ ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നതെന്ന്, അല്ലേ? നമ്മൾ ഏവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് വിശുദ്ധ അന്നയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ആദ്യമേ തന്നെ ഞാൻ ഏവർക്കും വിശുദ്ധ അന്നയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുകയാണ്. നാം ഇന്നത്തെ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ അറിയേണ്ടത് എന്താണെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള സെന്റ് ആൻഡ് കോൺഗ്രിഗേഷന്റെ കീഴിലാണ്. അതായത് നമുക്ക് താങ്ങും തണലും നമുക്ക് വേണ്ട സ്നേഹവും പ്രാർത്ഥനയും എല്ലാം നൽകുന്ന ഒരു കൂട്ടം സഹോദരിമാരുടെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കാം. വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു സിസ്റ്റേഴ്സ്. നാം ഇന്നത്തെ ദിവസം പരിപൂർണമായി ആഘോഷിക്കണമെങ്കിൽ ആരാണ് അന്നയെന്നും നമ്മൾ എന്തിനത് ആഘോഷിക്കണം എന്നും അറിയണ്ടേ? ഓൾറെഡി നമ്മുടെ ലിൻഡ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. എങ്കിലും ഞാനൊന്ന് പറയട്ടെ. വിശുദ്ധ അന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈശോയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമ്മയാണ്. വിശുദ്ധ അന്നയുടെയും യോവാക്കിന്റെയും മകളായാണ് പരിശുദ്ധ കന്യകാമറിയം ജനിച്ചത്. വിശുദ്ധ അന്നയുടെയും യോവാക്കിന്റെയും ഒരു വാർദ്ധക്യകാല അവസരത്തിലായിരുന്നു അവർക്ക് ദൈവം ഒരു വലിയ മാണിക്യ മുത്തുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയത്. അവർ തങ്ങൾക്ക് ലഭിച്ച ഈ നിർമ്മലയായ ഉത്ഭവപാപം ഏതും ഏശാതിരുന്ന ഈ അത്ഭുത മുത്തിനെ അവർ വളരെയേറെ നിർമ്മലതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി പരിപാലിച്ചു പോന്നിരുന്നു. നമുക്കറിയാം, ഒരു ഫലത്തിൽ നിന്നും നമുക്കതിന്റെ വൃക്ഷം എങ്ങനെയുള്ളതാണെന്ന് അറിയാം. നല്ല ഫലം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ വൃക്ഷവും എന്ത് തന്നെയായിരിക്കും? നല്ലത് തന്നെയായിരിക്കും. അതുപോലെ പരിശുദ്ധ മറിയത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് വിശുദ്ധ അന്നയുടെയും ജോവാക്കിമിന്റെയും മഹത്വം തന്നെയാണ്. അതുപോലെ വളരെ വത്സലവതിയായ ഒരു മാതാവായിരുന്നു വിശുദ്ധ അന്ന. വിശുദ്ധ അന്ന എന്ന പേരിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നാണ്. പണ്ട് കാലങ്ങളിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ ശിശുക്കളെ ദേവാലയങ്ങളിൽ കാഴ്ചവെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വിശുദ്ധ അന്നയും നമ്മുടെ മാതാവായ മറിയത്തെ അവിടുത്തെ 3 വയസ്സ് പ്രായമായിരിക്കുന്ന സമയത്ത് ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗൃഹങ്ങളിൽ താമസിക്കുവാനായി കാഴ്ചവെച്ചു. ഇത് കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ശരിക്കും നമ്മൾ വിശുദ്ധ അന്നയുടെ മഹത്വം കാണുന്നത്, ശ്രേഷ്ഠത കാണുന്നത് വിശുദ്ധ അന്ന മാതാവിന്റെ അമ്മയാണ് എന്നുകൊണ്ടുള്ളത് മാത്രമല്ല, വളരെയേറെ വാർദ്ധക്യകാലത്താണ് വിശുദ്ധ അന്നയ്ക്ക് തന്റെ മകളെ ലഭിക്കുന്നത്. അപ്പോൾ തനിക്ക് ഭാവിയിലേക്ക് വേണ്ടി ഉപകരിക്കുമായിരുന്ന ഒരു മകളെ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കുവാൻ വിശുദ്ധ അന്ന റെഡിയാവുകയായിരുന്നു. അതായത് തന്റെ സന്തോഷങ്ങളിൽ ബലി കഴിക്കുവാൻ വിശുദ്ധ അന്ന ഒരിക്കലും മടിച്ചിരുന്നില്ല. അത് വളരെയേറെ വലിയൊരു ത്യാഗം തന്നെയായിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും തന്റെ മകൾ വളരുന്നത് വിശുദ്ധ അന്നയും ജോവാക്കിനും വളരെ സന്തോഷത്തോടു കൂടിയാണ് കണ്ടുനിന്നിരുന്നത്. മക്കളെ, നമുക്കും അറിയാം, നമ്മുടെ വീടുകളിൽ നമുക്ക് ഓരോ അമ്മമാരുണ്ട്, അല്ലെ? നമ്മുടെ അമ്മമാർക്ക് ഒരു വലിയ മാതൃകയാണ് വിശുദ്ധ അന്ന എന്ന് പറയുന്നത്. അതായത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും വഴി തന്റെ മക്കളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താനാവുമെന്ന് വിശുദ്ധ അന്ന നമുക്ക് കാണിച്ചു തരുന്നു. അതിനുള്ള മാതൃകയാണ് നമുക്ക് വിശുദ്ധ അന്ന തരുന്നത്. അതിനാൽ നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ, ഇവരെല്ലാവരും ഓരോ നന്മ വൃക്ഷങ്ങളാണ്, നല്ല മരങ്ങളാണ്. അവയിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടത് നല്ല ഫലങ്ങളാണ്. നമ്മൾ പുറമെ കാണിക്കേണ്ടത് നമ്മൾ നല്ല ഫലങ്ങളായാണ്. ഈ മാതൃകകൾ ഒരിക്കലും നിങ്ങൾ മറന്നുപോകാൻ പാടുള്ളതല്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള സെന്റ് ആൻഡ് കോൺഗ്രിഗേഷനെ പറ്റി പറയാതെ വിടാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം സെന്റ് ആൻഡ് കോൺഗ്രിഗേഷന്റെ വളരെയേറെ ആതുരാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒത്തിരിയേറെ നന്മകൾ അവർ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ ഇത്രയും നാളും അവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ നന്മകളെല്ലാം വീണ്ടും ഈ നാടിനും കുട്ടികൾക്കും ഈ ആവശ്യക്കാരേറെയുണ്ട്. എന്നാൽ അധികം വേലക്കാരെ ചുരുക്കമെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ ഈ സെന്റ് ആൻസിലൂടെ എത്ര പേർക്ക് നന്മകൾ എത്തിക്കാൻ കഴിയുമോ അത്രയും പേർക്ക് നന്മകൾ എത്തിച്ച് നമ്മളെ ഓരോ മനുഷ്യരെയും കൂടെ കൂട്ടുവാനും
എല്ലാവരെയും കാക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഏവർക്കും ഒന്നുകൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സെന്റ് ആൻസന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, teacher. It was a wonderful and motivating story. Do you like music? Yes, of course. Nightingales of our school are ready with the musical treat. So, let's start. Sashi
യുദ്ധവും കലഹവും എന്ന അർത്ഥമാനങ്ങൾ ഒരു ദൃശ്യാവിഷ്കാരം. സ്വർഗത്തിന്റെ പാർപ്പിടങ്ങൾ. ഉണ്ണി, നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട്. നീ ഇത് കഴിച്ചേ. അമ്മയുടെ മുട്ടല്ലേ, ചക്കര പുട്ടല്ലേ, പൊന്നു വാങ്ങല്ലേ, വാങ്ങാൻ ഒരു വാങ്ങ. വീടുക്ക് അമ്മയുടെ വീടുക്കല കേട്ടോ. ഉണ്ണി, ഈ ഒരു ഗ്ലാസ് പാൽ കൂടി കുടിച്ചാൽ തീർന്നു. പിന്നെ അമ്മ എന്റെ ഉണ്ണിക്കുട്ടനെ പാട്ട് പാടി ഉറക്കാലോ. ഉണ്ണിക്ക് വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞ പറ്റുന്നു. ഉണ്ണിക്ക് വലുതാണ്ടേ, നീ അവളല്ലേ കുടിച്ചേക്ക് മെടുക്കണ്ട. അങ്ങനെ അങ്ങനെ മെടുക്ക. ഉണ്ണി വാ, നിങ്ങൾ നേരായില്ലേ? ഉണ്ണിക്ക് ഉറങ്ങണ്ട, ഉണ്ണിക്ക് കഴിച്ചാ മതി. ഉണ്ണിക്ക് അമ്മ പാട്ട് പാടി തരാലോ. അയ്യോ, നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയല്ലോ ഉണ്ണി. ഉറങ്ങുന്നതിന് മുമ്പ് എന്നും പ്രാർത്ഥിക്കണം അമ്മേ. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഉണ്ടല്ലോ ഈശോപ്പ എന്റെ ഉണ്ണിയെ രാത്രി മുഴുവൻ കാത്തു. വാ, നമുക്ക് പ്രാർത്ഥിക്കാം. കഥയുടെ ഉണ്ടോ നമ്പ്രാന്മാരെ കാറ്റുകൊടുക്കാറായി. മേൽപോയി മകളെ കത്തിയിടിക്കാൻ തീമഴ പെയ്യാനായി.
ജീസസ് ജീസസ് നമുക്ക് ഉണ്ണി എഴുന്നേൽപ്പിച്ചാലോ? സ്വർഗത്തിലാണെന്ന് അറിയുമ്പോൾ അവന് സന്തോഷമാകും. ഉറങ്ങുന്നവർക്ക് ഉറക്കമാണ് സ്വർഗം മിഖായേൽ. ഉണർന്നിരിക്കുന്നവർക്ക് ഉണർവ്. അതുകൊണ്ട് ഉണ്ണിയെ വിളിക്കണ്ട, അവൻ ഉറങ്ങട്ടെ. ഞാനിത് എവിടെയാ? അമ്മേ, ഏതാ ഈ സ്ഥലം? ഇതാണ് സ്വർഗം. ഒരു നാൾ എത്തിച്ചേരുമെന്ന് അമ്മ പറയാറുള്ള ഇടമില്ലേ? ആ സ്വർഗം തന്നെ. അമ്മ പറയാറുണ്ട്. അപ്പോ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ. നല്ല ചോദ്യമായി. ഉണ്ണി നിങ്ങളോട് നോക്കിയേ. ഇതാണ് ജോഷുവ. അയ്യോ അല്ല, ഈശോ. നീയെന്ന് പ്രാർത്ഥിക്കാറ് ദൈവമില്ലേ? ആ ദൈവം തന്നെ. പിന്നെ ഇതാണ് ഗബ്രിയേൽ, വലിയ ഓട്ടക്കാരനാണ്. പിന്നെ ഇത് റഫായേൽ, ഇവിടുത്തെ ഡോക്ടറാണ്. ഇനി ഞാനാരാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായ? പറയണ്ട, എനിക്ക് മനസ്സിലായി. മിഖായേൽ മാലാഖയല്ലേ? അതെങ്ങനെ മനസ്സിലായി? അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, മിഖായേൽ മാലാഖയുടെ കയ്യിൽ ഒരു വാളുണ്ടെന്ന്. പിന്നല്ല, ഈ വാള് കൊണ്ടല്ലേ ഞാൻ. ഓ, പിന്നെ തുടങ്ങി. അതൊക്കെ പോട്ടെ. ഉണ്ണിക്ക് സ്വർഗം ഇഷ്ടായോ? അല്ല, ഉണ്ണിക്ക് എന്താ വേണ്ടേ? ഉണ്ണി എന്ത് വേണ്ട ചോദിച്ചോളൂ. ഉണ്ണിക്ക് അമ്മയെ കണ്ടാൽ മതി. ഉണ്ണിക്ക് ഞങ്ങൾക്ക് ഇല്ലേ? ഇല്ല, അമ്മയില്ലാണ്ട് ഉണ്ണിക്ക് ഇരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഉണ്ണിനെ, എനിക്ക് ഇപ്പൊ അമ്മയെ കാണണം. അമ്മ എന്നെ ഉണ്ണിനെ കണ്ടിട്ട അമ്മ അടുത്തുണ്ട്. ഉണ്ണി കണ്ണു തുറച്ചിട്ട് ഈ സ്വർഗമെല്ലാം ഒന്ന് നോക്കിക്കേ. വേണ്ട, ഉണ്ണിക്ക് ഇപ്പൊ അമ്മയെ കാണണം. അമ്മയില്ലാത്ത സ്വർഗം എങ്ങനെയാ സ്വർഗമാവാ? ഉണ്ണിയുടെ അമ്മ എന്തേ? പറ, ഉണ്ണിയുടെ അമ്മ എന്തേ? എന്റെ പൂങ്കവിരഞ്ഞോ ഉമ്മ കൊടുക്കാണ്ട് പിന്ന കൊടുക്കാണ്ട് എന്റെ പൂങ്കവിരഞ്ഞോ എന്റെ പൂങ്കവിരഞ്ഞോ. ഉത്തരം കൊടുക്കു ജോഷുവ, നീ വലിയ ക്രിസ്തുവല്ലേ? എന്നിട്ടല്ലേ ഈ കുഞ്ഞിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയോ? മുഴുവനും നിന്റെ കരുത്തിൽ കൈയെടുക്കുന്നത് നീ കേട്ടില്ലേ? ഇതാണോ സ്വർഗത്തിലെ സന്തോഷം? സ്വർഗമോ? ഇതാണോ സ്വർഗം? വിലാപവും പല്ലുപടിയുമാണ് നരകമെങ്കിൽ ഇത് നരകമല്ലേ? വിലാപത്തിന് നരകം. അങ്ങ് കൽപ്പിച്ചാൽ ഈ പിന്നീട് ശക്തികളെ ഞാനിപ്പോൾ തന്നെ ഉന്മൂലനം ചെയ്യാം. തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ടല്ല മിഖായേൽ നന്മയെ സ്ഥാപിക്കേണ്ടത്. നന്മ കൊണ്ടുവരും അവൻ ജയിക്കാൻ. നന്മയെ പറ്റി നീ പറയുന്നത് എന്ത് നന്മയാണ്? ഈ കുഞ്ഞിന്റെ കരച്ചിലുള്ളത്, ഈ കുഞ്ഞിന്റെ അനാഥമാണോ നിന്റെ നന്മ? ഈ കുഞ്ഞിന്റെ അമ്മയെ വൈദ്യുതിയിലേക്ക് തള്ളിവിട്ടതിലാണോ നീ പറയുന്ന നന്മ? ഉത്തരം പറയേ. കരയുന്നവന്റെ ഉള്ളിലും നന്മയുണ്ട്. ആ നന്മയിൽ എന്റെ ഉള്ളിലെ സ്വർഗം.
മനുഷ്യന്റെ ഉള്ളിൽ നന്മയോ നന്മ വറ്റി വരണ്ട മരുഭൂമിയാണ് മനുഷ്യൻ. അവൻ തന്നെയാണ് നരകം. സംശയമുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് നോക്ക്. ആരുണ്ട് നല്ലവനായി? ആരുണ്ട്? നീ പറഞ്ഞ സ്വർഗം. കൊണ്ട് മനസ്സിലാതിരിക്കാൻ ചുറ്റും കൂടി തല്ലിക്കൊണ്ടതില്ലാണോ നീ പറഞ്ഞ നന്മ? പതിനും തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു പെൺകുട്ടിയെ പോലും ഇരുട്ടിലേക്ക് വലിച്ചിഴിക്കാനും പിന്നെ വലിച്ചു പറിക്കാനും കഴിയില്ലാത്ത ഈ മനുഷ്യരാണ് നീ പറഞ്ഞ സ്വർഗമുള്ളത്. ഇവർ മനുഷ്യരാണ്. കണ്ണിൽ കരുമയറ്റോ മൃഗങ്ങളെക്കാൾ ക്രൗര്യമേറിയോ? നരകം പേരുന്നവർ. അതുകൊണ്ട് ക്രിസ്തു നീ തോറ്റിരിക്കുന്നു. നിന്റെ കരത്തിന്റെ മുമ്പിൽ തോറ്റിരിക്കുന്നു. അല്ല ഇവർ നിന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഇല്ല ലൂസിഫർ, നന്മ ഒരിക്കലും പരാജയപ്പെടില്ല. അന്തിമമായ തോൽവി അത് തിന്മയ്ക്കാം, അത് നിനക്കാം. ഞങ്ങളുടെ പ്രകടനത്തിൽ ഞങ്ങളെ മുക്കിക്കൊല്ലുമ്പോൾ കൂടയിൽ മക്കളൊന്നും നേരം കഴിക്കുമ്പോൾ മുക്കിയൊരായുധം തന്നെ കീഴിയിറങ്ങുമ്പോൾ പിറന്ന മണ്ണിൽ നിന്നും ഞങ്ങളെ അട്ടിയിറക്കുമ്പോൾ പിടിച്ചു കെട്ടാനാകാത്ത വെള്ളിനാളങ്ങൾ കറുത്ത കണ്ണന പൊട്ടിക്കരയും ഇത് തുടരാൻ നാം അനുവദിക്കരുത്. നാം മൗനം തുടർന്നുകൂടാ. ചുറ്റിലും തിന്മയിങ്ങനെ അരങ്ങുമാറുമ്പോൾ എങ്ങനെ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയും? നമ്മിലെ നന്മ കെട്ടുപോകുവാൻ നാം അനുവദിക്കരുത്. നമ്മളെ ക്രിസ്തുവിനെ നാം കൈവിട്ടുകൂടാ. നാം മൗനം വെടിയണം. ഭൂമി സ്വർഗം പണിയുവാൻ നമ്മുടെ കരങ്ങൾ ക്രിസ്തുവിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കുണ്ടോ സ്വർഗം പണിയാൻ പോകുന്ന കരങ്ങൾ? എങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് കരങ്ങൾ നോക്കാം. ഭൂമിയിൽ ഒരു പുതിയ സ്വർഗം പണിയാം. വരൂ. നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ. നീ കേൾക്കുന്നില്ലേ പുതിയ സ്വർഗത്തിന്റെ മാധുരി? നീ ചോദിച്ചില്ലേ കണ്ണുനീരിന്റെ ഇടമാണോ സ്വർഗമെന്ന്? ഇവർ പറയുന്നു കണ്ണുനീർ തുടച്ചു മാറ്റുന്നിടമാണ് സ്വർഗം. നീ പരാജയപ്പെട്ടിരിക്കുന്നു ലൂസിഫർ. നിങ്ങൾക്കിനി മടങ്ങാം. ഇനി ഭൂമിയിലും നിങ്ങൾ കിടന്നു. ഞാൻ വിതച്ച വിത്തുകളൊന്നും പാഴായി പോയിട്ടില്ല. വീഴുമ്പോൾ താങ്ങുന്നവരുടെ കൈകളിലാണ്. ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വീകരിക്കുന്ന ഹൃദയത്തിലാണ് സ്വർഗത്തിന്റെ പാർപ്പിടം. ഈ പിഞ്ചുകുഞ്ഞിന്റെ കണ്ണുനീരിന് ഉത്തരം ഇവർ പറയും. കാരണം ഇവരാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്നത്. ആരുമൊക്കെ കഥാപാത്രങ്ങളായി ജീവിക്കുകയായിരുന്നു. ശരിക്കും മനസ്സിനെ പിടിച്ചുവെച്ച വിഷയാവിഷ്കാരം. അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ. Dear Mother General, our love is to Jolly. We are honored by your presence. We eagerly waiting for your message. Welcome, dear sister. Dear sister, Sister Jolly is not a familiar face for all of us.
She's above mother profession. She's a teacher and a great personality who always supports the students and loves students. I welcome you, sister, on this St. Joseph family. ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. പ്രിയ ബഹുമാനമുള്ള മദർ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ മേരിക്കുട്ടി, പ്രിയപ്പെട്ട കൗൺസിലർ സിസ്റ്റർ അനു, എൻ്റെ പ്രിയപ്പെട്ട മറ്റ് ഇവിടെ ആഗതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സും, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ എന്നുള്ള വിളി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കുഞ്ഞുമക്കളല്ലേ? അതെ അതെ. അപ്പം നമ്മൾ ഇത്രയും നേരവും ഏതോ ഒരു ലോകത്തായിരുന്നു അല്ലേ? അല്ലായിരുന്നോ? അതെ. നിങ്ങൾക്ക് ഈ സെന്റ് ആനിന്റെയും ജോർജിനിന്റെയും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ എല്ലാവരും ചേർന്ന് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. വർഷാവർഷം ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്, അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ സംസാരിച്ചതിൽ നിന്നും അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കലാവിരുന്നൊരുക്കി, അതിലുപരിയായിട്ട് വളരെ മനോഹരമായ സന്ദേശങ്ങൾ അടങ്ങുന്ന നല്ല പ്രോഗ്രാമുകൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കരുതി ഒരുക്കി തയ്യാറാക്കി നിങ്ങൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷമായി. ഒരു ഭയങ്കരമായ നല്ലൊരു വിരുന്ന് ആസ്വദിച്ചതിൻ്റെ ഒരു എഫക്റ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം സെൻറ്റ് ആൻസ് ഡേയെ പ്രമാണിച്ച് ഞങ്ങളെ ഓർത്തതിനും നമ്മുടെ പേട്രൺ സെയിൻസിൻ്റെ ആ ഒരു നല്ല ദിനം അതിൻ്റെതായ ഒരു അർത്ഥത്തിൽ കൊണ്ടാടാനായിട്ട് സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂളിലെ സ്റ്റുഡൻസും സ്റ്റാഫും കാണിച്ച വളരെ കരുതലോടെ എടുത്ത ഈ തീരുമാനത്തിനും ഞങ്ങൾക്കായി ഒരുക്കിയ ഈ കലാവിരുന്നുകൾക്കും ഇൻവൈറ്റ് ചെയ്തതിനുമെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. ഇവിടെ സെൻറ്റ് ആനിനെ കുറിച്ച് ആദ്യം ഒരു ടീച്ചർ പറഞ്ഞു, പിന്നെ ഒരു കുട്ടി പറഞ്ഞു, പിന്നെ അഞ്ചു ടീച്ചർ കാര്യമായിട്ട് പ്രസംഗം നടത്തി അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു ഇത് വർഷാവർഷം നടക്കുന്ന ചടങ്ങായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനും ഈ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഞാനും വിചാരിച്ച സെന്നാനെ കുറിച്ച് രണ്ട് മൂന്ന് വാക്കൊക്കെ പറയാം. അപ്പം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരുടെയും വായിൽ എന്ത് തന്നെയാണ് വരുന്നത്, സെന്റ് ആൻഡ് ജോർജിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം സാധാരണയായിട്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിനെ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സെന്റ് ആൻ നമ്മുടെ പേട്രൺ സെയിൻസിന്റെ സ്ഥാപനമാണ് ഇതെല്ലാം. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ജില്ലകളിൽ നമുക്ക് ഈ സഭയുടെ കീഴിൽ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞത് കാരണം ഞാൻ അധികം പറയാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. അവർക്ക് ഇതുപോലെ കളികളൊക്കെ കാണുന്നതാണ് സന്തോഷം. അപ്പോൾ സെന്റ് ആനിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് സെന്റ് ആനിന്റെ നാമത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ രൂപീകൃതമായി ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും, അതും ഈ തിരുവനന്തപുരത്തിന്റെ മറ്റ് നെയ്യാറ്റിൻകര ഭാഗത്തുമൊക്കെ നമ്മൾ സെൻട്രലൈസ് ചെയ്ത ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മുടെ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇതേപോലെ കൊച്ചു കൊച്ചു സ്കൂളുകള്, ഓർഫനേജുകള്, വിധവകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങള്, നിങ്ങളെ പലപ്പോഴും ഇതിവിടെ പറഞ്ഞ കാര്യമാണ്, എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയി. ഇവിടെ തന്നെ കേട്ട് അശരണർക്ക് വേണ്ടിയിട്ടുള്ള, അനാഥർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് സെന്റ് ആൻസിലൂടെ, സെന്റ് ആൻസ് സിസ്റ്റേഴ്സിന്റെ സേവന രംഗം എന്ന് ഇവിടെ പലപ്പോഴും ഇവിടെ പറഞ്ഞ ഈ സ്റ്റേജിൽ നിന്ന് തന്നെ എനിക്ക്
നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, അത് കേട്ടു. അപ്പൊ അങ്ങനെയുള്ള അശരണരായിട്ടുള്ളവരെയും പിന്നെ അനാഥരായിട്ടുള്ളവരെയും ഒക്കെ സംരക്ഷിക്കുന്ന അനേകം സ്ഥാപനങ്ങൾ ഈ സഭയുടെ കീഴിൽ ഉണ്ടാകാൻ കാരണം ഈ സഭയുടെ ഫൗണ്ടേഴ്സ് ആണ്. ഫൗണ്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? സെന്റ് ആനാണോ? ഇത്രയും നാളും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളെ ടീച്ചിങ് പോലെ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സെന്റ് ആനാണോ ഇതിന്റെ ഫൗണ്ടേഴ്സ്? ആണോ? നമ്മുടെ സഭയുടെ ഫൗണ്ടേഴ്സ് സെന്റ് ആനല്ല. ഫൗണ്ടേഴ്സ് അന്നമ്മാൾ എന്ന് പറയുന്ന ഒരു വിധവയാണ്. ഒരുപക്ഷെ ടീച്ചേഴ്സിന് അത്രയ്ക്കും പിടിയില്ലാന്ന് തോന്നല്ലേ ഇപ്പൊ പറഞ്ഞതന്നെ. അപ്പൊ അത് മനസ്സിലാക്കും. അന്നമ്മാൾ എന്ന് പറയുന്ന ഒരു വിഡോയാണ് നമ്മുടെ ഈ സെന്റ് ആൻസ് കോൺഗ്രിഗേഷൻ, ട്രിച്ചി സെന്റ് ആൻസ് കോൺഗ്രിഗേഷൻ തുടങ്ങി വെച്ചത്. എന്നാൽ അതിന്റെ പേട്രൺ സെയിന്റ് ആയിട്ട്, അതിന്റെ സ്വർഗീയ മധ്യസ്ഥരായിട്ട് തെരഞ്ഞെടുത്തതാണ് ആരെ? സെന്റ് ആനിനെ, സെന്റ് ആനിനെയും ജോവാക്കിനെയും. അപ്പൊ സെന്റ് ആനിന്റെയും ജോവാക്കിന്റെയും തിരുനാളാണ് നമ്മുടെ പേട്രൺ സെയിന്റിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് പേട്രൻസിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. ഈ ഫൗണ്ടേഴ്സിനെ കുറിച്ച് പറയുകയാണ്. അവര് ഇത് തുടങ്ങാൻ കാരണമായത് അന്നത്തെ കാലത്ത് പണ്ടെന്നല്ല, ഈ 20 കാലഘട്ടങ്ങളിലെ നമുക്കറിയാം ഇവിടെ എന്തായിരുന്നു? കൊറോണ കാലഘട്ടമായിരുന്നു അല്ലേ? അപ്പൊ ആ കൊറോണ കാലഘട്ടത്തിൽ നമ്മളെല്ലാം വീടിനകത്ത് അടഞ്ഞിരിപ്പായിരുന്നു. എന്തുകൊണ്ട്? സ്കൂളൊന്നുമില്ലാതെ. അതെല്ലാം എല്ലാവർക്കും പകരും എന്നുള്ള പേടി കൊണ്ട് അല്ലേ? തൊട്ടടുത്ത് സ്വന്തം വീട്ടിലുള്ളവരെ പോലും സമീപിക്കാൻ നമ്മൾ പേടിച്ച ഒരു കാലമായിരുന്നു. അതേപോലെ ഒരു കാലഘട്ടമായിരുന്നു 1850-58 കാലഘട്ടങ്ങൾ. അപ്പോ 1858 നമ്മുടെ സഭ സ്ഥാപിതം ആകുന്നത്. അങ്ങനെ സ്ഥാപിതമാകാനായിട്ട് കാരണമായി അതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലുള്ള കോളറ എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ പകർച്ചവ്യാധി തമിഴ്നാട്ടിലെങ്ങും ഇങ്ങനെ പടർന്ന്, ലോകത്തിലെങ്ങും ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലും അതിശക്തമായിട്ട് പടർന്നു പിടിച്ച അവസരത്തില് ഈ അന്നമ്മ എന്ന് പറയുന്ന നേരത്തെ തന്നെ സിസ്റ്ററാകാൻ പോയ ഒരു വിഡോ എന്ത് ചെയ്തിരിക്കുന്നു? അവര് തിരിച്ച് വീട്ടിൽ അവരുടെ മാതാപിതാക്കളുടെ നിർബന്ധം കാരണവും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സ്മാർട്ട്നെസ് കൂടിപ്പോയി. അത് കാരണം എന്ത് ചെയ്തു? അവര് ആ പോയ സഭയിൽ നിന്നും തിരിച്ചു വന്നെങ്കിലും ദൈവം, നമുക്കറിയാം മദർ തെരേസ ഒരു സഭയിൽ പോയിട്ടല്ലേ തിരിച്ചു വന്നത്. എന്നിട്ട് വേറൊരു കോളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ദൈവം വിളിച്ചിരുന്ന മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്ന കാരണമായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ കാരണത്തെ പ്രതി അവര് തിരിച്ചു വന്നു. അപ്പൊ മാതാപിതാക്കൾ പിടിച്ചെന്ത് ചെയ്തു? കൊച്ചു വയസ്സിലെ തന്നെ അവരെ കല്യാണം കഴിപ്പിച്ചു. അപ്പൊ ഈ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞു പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ കോളറ രോഗം മൂലം അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകാനിടയാകുന്നത്. ആ സാഹചര്യത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള പ്രാക്ടീസ് കോൺവെന്റിൽ നിന്നുള്ള പ്രാക്ടീസാണ്. ശരിയായിട്ടുള്ള പരിശീലനം കിട്ടി അവരുടെ മനസ്സിനെ ഇരിക്കപ്പെടുത്തിയില്ല. നമ്മളിനി നശ്വരമായ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവരെ വളരെയേറെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ട്രിച്ചി, സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ആൻ ഓഫ് ട്രിച്ചി എന്ന് പറയുന്ന സഭ സ്ഥാപിതമാകുന്നത്. അപ്പോൾ അവര് അന്നത്തെ കാലത്തെ സാഹചര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, വിഭവങ്ങൾക്കൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ആ കാലഘട്ടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവര് വെളിയിലേക്ക് ഇറങ്ങിയാണ്. കുറച്ച് വിധവകളെ, ആദ്യം 9 വിധവകളെ, 4 വിധവകള്, പിന്നെ അത് 9ആയി. അങ്ങനെ അവരെ കൂട്ടിയെടുത്ത് അവര് പ്രത്യേകമായ അനുവാദമൊക്കെ, അതിന്റെ കീഴിലൊക്കെ ഒത്തിരി ചരിത്രമുണ്ട്, അങ്ങനെയൊക്കെ മേടിച്ച് അവരെന്ത് ചെയ്യുന്നു? സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ആൻ ഓഫ് ട്രിച്ചി എന്ന സഭ സ്ഥാപിക്കുകയാണ്. അതിന്റെ പേട്രൺ സെയിന്റ് ആയിട്ടാണ് ആരെ നിശ്ചയിക്കുന്നത്? സെന്റ് ആൻ ജോവാക്കിമിനെ. സാർ അതിശയമായിട്ട് നോക്കുന്നുണ്ട്, ഈ കാര്യം അറിയത്തില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചരിത്രം. അത് ടീച്ചേഴ്സ് മനസ്സിലാക്കുക, കുട്ടികൾക്കും കൂടി പറഞ്ഞു. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, ഈ അന്നമ്മ എന്ന് പറയുന്ന വിഡോ വളരെ ശക്തിയും ധീരയുമായ ഒരു യുവതിയായിരുന്നു. 47ാമത്തെ വയസ്സിൽ അവര് ഇതെല്ലാം സ്ഥാപിച്ചു വെച്ചിട്ട് അവർ മരിച്ചെന്ന് പറഞ്ഞാൽ സൂസൈഡല്ല, മരിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അത്ര ഉണ്ടായിരുന്നുള്ളൂ, മരിക്കേണ്ടി വന്നു. അങ്ങനെ അവർ മരണപ്പെട്ടു. ആ 47 വയസ്സിനിടയ്ക്ക് ഈശോ 33 വർഷം ജീവിച്ചതിൽ 3 വർഷം കൊണ്ടാണ് ഇന്നും നമ്മൾ മറക്കാത്ത സ്മരണകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ യേശുവിനെ എല്ലാവരും ആരാധിക്കുന്നത്. അതേപോലെ ഇന്നും സെയിന്റ് ആൻഡ് സിസ്റ്റേഴ്സ് മുഴുവൻ പ്രവർത്തിക്കുന്നത് ആരുടെ ബലത്തിലാണ്?
ഈ വെറും 47 വർഷം, അതും 20 വർഷത്തിന് ശേഷമാണ് അവരിതൊക്കെ സ്ഥാപിച്ച് അവരുടെ പ്രവർത്തനം തുടങ്ങി. ചുരുക്കം കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവരുടെ ആ ചൈതന്യം ഉൾക്കൊണ്ട് അവര് പ്രവർത്തിച്ചതിൻ്റെ, അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളും അവരുടെ ആ ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് തിരുച്ചി സെന്റ് ആൻസ് മുഴുവനും, തിരുച്ചി മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചൈതന്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ അതൊരു ചരിത്രത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ഈ കുട്ടികളുടെ പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ നന്നായിരുന്നു. അതിനകത്ത് ആൻഡ്രൂ ടീച്ചർക്ക് പ്രസംഗം സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഓർത്തു എന്താ ഒരു ഉറക്കം തോന്നിയ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പയ്യന്മാർ പൊളിച്ചടുക്കി, പയ്യന്മാർ സൂപ്പറായിട്ടൊരു സന്ദേശമാണ്. അങ്ങനെ പറഞ്ഞ് പയ്യന്മാര് മാത്രം കഴിയണ്ട, പെൺപിള്ളേരുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു +2 10ാം ക്ലാസ് പിള്ളേരുടെ പാട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളാണ് നല്ലതെന്ന് വിചാരിക്കണ്ട, കുറച്ച് കുഞ്ഞിക്ക കുരുവികൾ ഇല്ല എവിടെയൊക്കെ വന്നു പോയല്ലോ, അവരുടെ പ്രോഗ്രാം എന്തായിരുന്നു, സൂപ്പറായി. അപ്പൊ ശിശുമാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സെന്റ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ ഫീസ്റ്റിന്റെ ദിവസം. അപ്പൊ അടിപൊളിയായിരുന്നു എല്ലാ പരിപാടികളും. ഇനി ഒരു കാര്യം മാത്രം പറയാനുണ്ട്. അഞ്ജു ടീച്ചർ ശക്തി ഇപ്പൊ ഇവിടെ വാദിച്ചതുപോലെ ഒരു പ്രസംഗമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. പറഞ്ഞപ്പോഴേ ടീച്ചർമാരും ശിശുമാർക്കൊക്കെ നല്ല കുടില് പോലിയിട്ട് അവരൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞു, അഞ്ജു ടീച്ചറാ പറഞ്ഞത്, ടീച്ചർ നല്ല സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചില കാര്യം ഒന്ന് പറഞ്ഞാക്കാൻ പറഞ്ഞാണ് എന്നെ കൊണ്ടിട്ട്. ഞാനിങ്ങനെ പറയണം നോത്തോണ്ടിരുന്നപ്പോ അവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ടീച്ചർ പറഞ്ഞു, അശരണരായിട്ടുള്ളവര്, അനാഥരായിട്ടുള്ളവർക്കൊക്കെ ഈ സെന്റ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ സേവനം ഇനിയും കിട്ടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പോരെ ടീച്ചറെ ശക്തമായിട്ട് പ്രസംഗിച്ചു. നല്ല പ്രസംഗമായിരുന്നു ടീച്ചർക്ക്, കൺഗ്രാജുലേഷൻ. അപ്പൊ ഞാനൊന്ന് പറയുകയാണ്, ഇല്ല മക്കളെ, ടീച്ചർ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, ഇപ്പൊ 10ലെ പിള്ളേര്, പ്രത്യേകിച്ച് പെൺപിള്ളേര്, 10ലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികൾ, 11ാം ക്ലാസ്സിലെ കുട്ടികൾ ഓർക്കുക, ഇത് സെന്റ് ആൻഡ് സിസ്റ്റേഴ്സിന് മാത്രമുള്ള ജോലിയാണോ? ആണോ? സെന്റ് ആൻഡ് സിസ്റ്റേഴ്സിന്റെ മാത്രം ജോലിയാണോ ഇത്? ഇതുപോലെ സ്കൂൾ നടത്തുന്നതൊക്കെ, നിങ്ങളെപ്പോലത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അനാഥരെ ശുശ്രൂഷിക്കുന്നത്, രോഗികളെ ശുശ്രൂഷിക്കുന്നത്, പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് അല്ലേ? അപ്പൊ അഞ്ജു ടീച്ചറിന് എത്ര പിള്ളേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാൾ കണ്ടുണ്ടെന്ന്, 2 പേരുണ്ടെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരാളെ ഞങ്ങൾക്ക് തരിക, വിട്ടു തരിക. അതേപോലെ 10ലെയും 12ാം ക്ലാസ്സിലെ പെൺകുട്ടികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതേ ദൗത്യം ലോകമെങ്ങും തുടരാൻ നിങ്ങൾ തന്ന എല്ലാ സന്ദേശത്തിലും അതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആമ്പിള്ളേരുടെ സന്ദേശത്തിലും പെൺകുട്ടികൾ പാടിയ പാട്ടിലും അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. എന്ത്? ലോകത്തിന് നന്മ ചെയ്യുക. ആ വായിച്ച വചനത്തിൽ എന്താ പറഞ്ഞേ? വിത്ത് വിതച്ചുകൊണ്ടേ ഇരിക്കുക. ഫലത്തെപ്പറ്റി ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം ഒരിക്കൽ കേട്ടതാണ്. ഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, ഫലം തന്നെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് 10 ആയിരിക്കാം, 60 ആയിരിക്കാം, 30 ആയിരിക്കാം, 100 ആയിരിക്കാം. ഫലത്തെപ്പറ്റി നമ്മൾ സങ്കടപ്പെടേണ്ട. പക്ഷെ വിത്ത് വിതയ്ക്കുന്ന ചുമതല ആർക്കുണ്ട്? നമുക്കെല്ലാവർക്കും ഉണ്ട്. കുമാരന്റെ മോളൊക്കെ കേട്ടല്ലോ, കണ്ണാടി വേലയല്ലേ കുമാരന്റെ മോള്. അപ്പൊ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു കൊച്ചു അതുള്ളൂ, അതുകൊണ്ട് അവർക്ക് എന്നെ അറിയത്തില്ലായിരിക്കാം. ചെറുപ്പത്തിൽ കാണാതെ പോയപ്പോ ഞാൻ കണ്ടുപിടിച്ചതാണ് കുട്ടീനെ, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ ഈ വിത്ത് വിതയ്ക്കാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ ക്ഷണിക്കുകയാണ്, നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ വേണ്ടി. ഇവിടെ ഈ മെസ്സേജ് തന്നപ്പോൾ ആ കുട്ടികളെ ആമ്പിളേരുടെ വായിൽ നിന്ന് വന്നതായിരുന്നു. എന്തായിരുന്നു എന്നത്തെ പ്രധാന സന്ദേശം? തിന്മയെ എന്തുകൊണ്ട് ജയിക്കുക? നന്മ കൊണ്ട് ജയിക്കുക. അതല്ലായിരുന്നു പ്രധാന സന്ദേശം. അപ്പം ഈ ലോകത്തിൽ തിന്മയാണോ കൂടുതലുള്ളത്, നന്മയാണോ കൂടുതലുള്ളത്? തിന്മയാണോ? നോ, നന്മ തന്നെയാണ് കൂടുതലുള്ളത്. ഈ ലോകത്തില് നന്മ തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷെ കുറച്ച് തിന്മകള് ഈ നന്മ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു?
ശല്യം ചെയ്തുകൊണ്ട് ഞെരുങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ നന്മയുടെ ഭാഗം കൂട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? അണി കോർക്കണം, കൈ കോർക്കണം. ഇവിടെ കണ്ടില്ലേ കൈമാര് വന്ന് കൈ കോർത്ത് നിന്നത്? അവര് ലൂസിഫറിന്റെ ഭാഗമായിരുന്നോ ജീസസിന്റെ ഭാഗമായിരുന്നു? ജീസസിന്റെ ഭാഗമായിരുന്നോ? ജീസസ് നന്മയുടെ ഭാഗമാണോ തിന്മയുടെ ഭാഗമാണോ? നിങ്ങൾ ആരുടെ ഭാഗമാണ്? ലൂസിഫറിന്റെ ഭാഗമാണോ ജീസസിന്റെ ഭാഗമാണോ? ജീസസ്. അപ്പൊ ജീസസിനെ സ്നേഹിക്കുന്നവരെല്ലാം ജീസസിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം, പ്രാർത്ഥിക്കണം. സെന്റാനോട് പ്രാർത്ഥിക്കണം, നാടിന് നന്മ ചെയ്യാൻ, അശരണർക്ക് നന്മ ചെയ്യാൻ, കഷ്ടപ്പെടുന്നവർക്ക് നന്മ ചെയ്യാൻ എന്നെയും ഉപകരണമാക്കണമേ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങളോടൊപ്പം നിങ്ങളും നാട്ടിന് നന്മ ചെയ്യാൻ സഹകരിക്കുക. ടീച്ചേഴ്സ് നല്ല ഓർമ്മയിരിക്കട്ടെ, ടീച്ചേഴ്സിന്റെ പിള്ളേരൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏതോ നാട്ടില് ഏതോ അച്ഛനും അമ്മയൊക്കെ പ്രസവിച്ചിട്ട മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ സേവനം കിട്ടുന്ന എവിടെയാണ്? നിങ്ങൾക്കൊക്കെയാണ് അല്ലേ? അതേപോലെ നമ്മളും കൊടുക്കുമ്പോൾ മാത്രമേ സ്വർഗത്തില് പുതിയ പുതിയ പുഷ്പങ്ങൾ വിരിയുകയുള്ളൂ. അതുകൊണ്ട് പിള്ളേരെങ്ങാനും പോകാമെന്നോ അല്ല അങ്ങനെങ്ങാനും വല്ല തീരുമാനം, ഓ മിണ്ടിപ്പോകരുത്, നീ എഞ്ചിനീയർ ആകേണ്ടതാ, നീ പിന്നെ എന്താകേണ്ടതാണ്, ഡോക്ടർ ആകേണ്ടതാ, ഇങ്ങനെ പറഞ്ഞ് അതുങ്ങളുടെ വായ അടയ്ക്കരുത്. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് അനേകരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അതായിരിക്കട്ടെ നിങ്ങൾ വിതയ്ക്കുന്ന നന്മയുടെ വിത്തുകൾ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി ഈ കാര്യത്തിൽ ഒന്നുകൂടി ഒരൊറ്റ വാക്കൂടെ പറഞ്ഞൊക്കെയാണ്. 11ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു മക്കളെ? ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതി ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വിദ്യാർത്ഥികളെ പറ്റി പറഞ്ഞൊരു വാക്ക് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, അല്പമായ ആനന്ദത്തിന്റെ പിന്നാലെ ഓടാതെ അവയെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ വ്യർത്ഥമായ, അല്പമായ എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, വ്യർത്ഥമായ ആനന്ദത്തിന്റെ പിന്നാലെ പായാതെ അതേ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ ശക്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്വയം സമർപ്പിക്കുവിൻ. ശക്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവിൻ. ബോയ്സ് കേട്ടോ, എന്തിനു വേണ്ടിയാ സമർപ്പിക്കേണ്ട ജീവിതം? ശക്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പോൾ വ്യർത്ഥമായ ആനന്ദത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി ഈ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ പായുമ്പോൾ നമ്മുടെ ഭാവി ചിലപ്പോൾ ദുരിതത്തിലായിരിക്കും. ഈ നേട്ടം നമുക്ക് ശക്തമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റാതെ വരാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താനുള്ളവരല്ല. മറിച്ച് ഈ വിദ്യാഭ്യാസ കാലം നന്നായി പ്രവർത്തിച്ച്, നന്നായി അധ്വാനിച്ച്, നന്നായി പഠിച്ച് നിങ്ങൾ ലോകത്തിൽ നന്മയുടെ വിത്ത് വിതയ്ക്കുവാനായിട്ട്, അങ്ങനെ ശക്തമായ നേട്ടങ്ങളുടെ ഉടമകളായി തീരാനായിട്ട്, സെന്റ് ആനെ പോലെ, യോവാക്കിമിനെ പോലെ ഓരോ സെയിൻസ് ആയിട്ട് മാറാനായിട്ട്, ലോകത്തിനൊരു അനുഗ്രഹമായി മാറിയ സെർവന്റ് ഓഫ് ഗോഡ് അന്നമ്മയെ പോലെ ഒരു അന്നമ്മയായി മാറാനായിട്ട്, ഒരു അനുഗ്രഹമായി മാറാൻ നിങ്ങൾ ഏവരെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ല മനോഹരമായ വിരുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നു. താങ്ക് യു. Your words carry the legacy of saints and inspire us to deepen our faith. ഇനി നമുക്കൊരു നൃത്തം കണ്ടാലോ? യെരൂശലേം നാഥനെ കുറിച്ചുള്ള ഒരു അതിമനോഹരമായ നൃത്തം. ഈ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഒരു നൃത്തം നമുക്ക് ആസ്വദിക്കാം. Thank you.
21 celebration of music, rhythm and harmony. ഇനി നമുക്കൊരു പാട്ട് ആസ്വദിക്കാം. പരിശുദ്ധ മറിയെ മകളായി ലഭിച്ച വിശുദ്ധ അന്ന ഭാഗ്യമുള്ളവർ, അന്നയുടെ മകളായി ജനിച്ച ഈശോയുടെ അമ്മയും ഭാഗ്യമുള്ളവർ. ഇനി വിശുദ്ധ അന്നയുടെ മകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം കേട്ടാലോ? ഹൃദയം നിറവോടിയോർക്കും അമ്മി കൈവുള്ള
We feel close to Mother Mary. Yes, Eva, what you said is right. ഇനി നമുക്കൊരു ഗാനം കേട്ടാലോ? നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ലിൻഡ ടീച്ചറിന്റെ വരികൾക്ക് ഈണവും താളവുമായ നമ്മുടെ കൊച്ചു കൂട്ടുകാർ വരൂ, നമുക്ക് ആസ്വദിക്കാം. Good morning, everybody. So before winding up, let me give a few instructions. And as we following the programs of tomorrow's the main event, that is the Feast of Saint Anne, and within the short time you prepare the programs well with the help of today's month in charge, Shiva teacher, Linda teacher, and Sharon teacher, and along with other students and teachers. So for that I congratulate
all the faculty for the tremendous efforts you have taken for the performance. Thank you, teachers, and thank you, students. As well as a heartfelt thanks to Reverend Sister Provincial and Mother Superior along with other sisters for your kind-hearted availability for the enjoying their events. So thank you all. And now you have a special and happy news that is regarding holiday tomorrow. Okay.